കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ഫത്തുൽ മൊയ്നിൽ റജബ എന്ന് ഹർക്കത്തിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അതെ, അപ്പോൾ നമ്മൾ ഇത്രയും വിശദീകരിക്കുമ്പോൾ റജബ എന്ന് വായിക്കുന്നതിന് തീരെ ന്യായമില്ല, അത് വളരെ ബലഹീനമായ ഒരു രീതിയാണ് എന്ന് പറയുമ്പോൾ പിന്നെ കരിങ്കപ്പാറ ഉസ്താദ് ഫത്തുൽ മൊയ്നിൽ സൽഖ റജബ അവിടെ ഫതഹത്ത് ഹർക്കത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും എന്നാണ് നല്ലൊരു ചോദ്യമാണ്. അത് കരിങ്കപ്പാറ ഉസ്താദ് അവരുടെ ആ തക്രീറാത്തിൽ വലിയ ഹിക്മത്തുള്ള മഹാനാണ്. അവർ ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഉന്തൂർ. അപ്പോൾ ഉന്തൂർ നോക്കുമ്പോൾ ഉന്തൂർ തുഫ എന്നുണ്ട്. അപ്പോൾ സയ്യിദ് അലി ഉസ്താദിൻ്റെ ഫത്തുൽ മൊയ്നിൽ ആ ഉന്തൂർന്നില്ല, അത് വെട്ടിക്കണ്. അപ്പം എന്നോട് പകർ ഉസ്താദ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പകർ ഉസ്താദ് ചോദിച്ചോലോ, എന്താണ് നിങ്ങൾ ഇവിടെ ഉന്തൂർ തുഫാന്ന് കരിങ്കപ്പാറ ഉസ്താദിൻ്റെ കിതാബിലുണ്ടല്ലോ, നിങ്ങളെ ഇതിൽ ഉന്തൂർ തുഫാന്ന് കാണുന്നില്ല. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ടുണ്ട്, അവിടെ തുയ്ഫിൽ എത്തില്ല അവിടെ. അപ്പോൾ കരിങ്കപ്പാറ ഉസ്താദ് തുയ്ഫ് ഒന്ന് നോക്കണമെന്ന് കരിങ്കപ്പാറ ഉസ്താദിനോട് തന്നെ പറഞ്ഞതാണ്. ഏത് ഇവിടെ തുയ്ഫ് ഒന്ന് നോക്കേണ്ടിയെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി, തെമ്പിയാക്കാൻ വേണ്ടി അവിടെ എഴുതി കൊടുത്തതാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ ഉന്തൂർ തുയ്ഫാന്ന് ഞാൻ എഴുതിയില്ല എന്ന് സയ്യിദ് അലി ഉസ്താദ് പറഞ്ഞു എന്ന് പകൽ ഉസ്താദിനോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അവിടെ റജബ എന്ന് പറയാൻ കാരണം ബാജൂരിയിൽ സാധാരണ ആരും കേൾക്കാത്ത ഒരു പരിപാടി, ഒരു വർത്താനം ബാജൂരിയിൽ ഉണ്ട് എന്ന് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ബാജൂരിൻ്റെ ഭാഗത്ത് പക്ഷെ എഴുതി കൊടുത്ത് വളഞ്ഞ് തിരിഞ്ഞാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. കരിങ്കപ്പാറ ഉസ്താദ് വളഞ്ഞ് തിരിഞ്ഞ് എഴുതി കൊടുത്തിട്ടാണ്. അപ്പോൾ ആ എഴുതി കൊടുത്തതൊന്ന് ശ്രദ്ധിച്ചാൽ അതൊരു നഹവിയായ ഫായിദയാണല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് തീരെ നമ്മൾ അറിയാതിരുന്നാൽ ഏതെങ്കിലും മൂല്യന്മാരെങ്കിലും മൂല്യറ്റികൾ അത് കണ്ടിട്ട് അങ്ങനെ സംഭവം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു സംഭവമായി പോവണ്ടെന്ന് വിചാരിച്ചിട്ട് കരിങ്കപ്പാറ ഉസ്താദ് എന്തായി, കരിങ്കപ്പാറ ഉസ്താദ് ഫത്തുൽ മൊയ്നിൽ അത് മെല്ലെ എഴുതി കൊടുത്തു. ആ എഴുതി കൊടുത്തത് ശ്രദ്ധിക്കാൻ വേണ്ടി അവിടെ തോണ്ടി കൊടുത്തൊരു ഹർക്കത്ത് തോണ്ടി, റജബ് ഇതിപ്പോൾ എന്താ റജബിൻ ഒന്നും ഹർക്കത്ത് ഇടാതിരുന്നാൽ അത് തീരെ ശ്രദ്ധിക്കൂല. റജബ എന്ന അവിടെ ഹർക്കത്ത് ഇടുമ്പോൾ മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കും, എന്താ ഇപ്പോൾ റജബാന്ന്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ബാജൂരിയിലുണ്ട്, അതങ്ങനെ ബാജൂരിയുള്ളത് ശരിയാവുക. പിന്നെ അങ്ങനെ ചിന്തിക്കും നല്ല മുദരിസ്മാർ. അപ്പോൾ അതിൻ്റെ ഗണ്ണന എന്തുകൊണ്ട് തക്രീറിൽ അത് ഗണ്ണന എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഗണ്ണിക്കണമെങ്കിൽ ഈ പറഞ്ഞ സമയമൊക്കെ ചിലവാണ്. നമ്മളിപ്പോൾ 6 വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് എന്നെ ഗണ്ണിച്ചത്. അപ്പോൾ ഇതൊക്കെ പാട് നീട്ടി വലിച്ച് പറയേണ്ട ആവശ്യം വരും. തത്വീൽ ഒരിക്കലും കരിങ്കപ്പാറ ഉസ്താദിൻ്റെ തക്രീറിലില്ല. അതിൽ വെറും ഉണർത്തലുകളാണ്. നല്ല തഹഖീഖുള്ള മുദരിസ്മാർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ഉണർത്തൽ മാത്രമാണ് കരിങ്കപ്പാറ ഉസ്താദ് തക്രീറിൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ അതിങ്ങനെ നീട്ടി വലിച്ച് വിശദീകരിക്കുന്ന ഒരു ശൈലിയും കരിങ്കപ്പാറ ഉസ്താദിനില്ല. അപ്പോൾ അതുകൊണ്ട് അത് മുദരിസ്മാർ നിർവഹിച്ചോളും, നീട്ടി വലിച്ച് ഇവിടെ പറയേണ്ടതില്ല, അത് മുദരിസ്മാർ നിർവഹിച്ചോളും എന്നുള്ള നിലക്ക് കരിങ്കപ്പാറ ഉസ്താദ് അത് പിന്നെ പറയാതിരുന്നതായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ല, ഇനി കരിങ്കപ്പാറ ഉസ്താദ് അത് പറഞ്ഞത് അങ്ങനെ കരിങ്കപ്പാറ ഉസ്താദിൻ്റെ മദ്ഹബ് തന്നെ റജബ എന്നുള്ളത് ബാജൂരി ഇമാം പറഞ്ഞ മാതിരി അല്ലാഹു ബാരിക് ലനാ ഫി റജബ എന്ന് തന്നെ വായിക്കണം എന്നാണെന്ന് സങ്കല്പിക്കുക. എന്നാലും ഇപ്പോൾ അത് നമ്മൾ എടുക്കൽ നമുക്ക് നിർബന്ധമല്ല. കാരണം അതൊരു ബലഹീനമായ അഭിപ്രായമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കരിങ്കപ്പാറ ഉസ്താദ് നമ്മൾ ഉസ്താദ്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ, നമ്മൾ ഉസ്താദ്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളൊരു ബലഹീനം പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ ബലഹീനം ഏറ്റു പറയാതിരിക്കും എന്ന് ചിന്തിക്കുന്നതല്ല നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ മശായിഖിൻ്റെയും നമ്മൾ ഉസ്താദ്മാരുടെയും പാരമ്പര്യം. നമ്മൾ ഉസ്താദ്മാരുടെ പാരമ്പര്യം എന്താണ്? ശിഷ്യന് പറഞ്ഞ് ഉസ്താദിനെ തിരുത്തി കൊടുത്താൽ ഉസ്താദ് ഇതുവരെ പറഞ്ഞ് വരുന്നത് ഉസ്താദ് മാറ്റിരുവൻ ശിഷ്യൻ്റെ ഒപ്പം കൂടുന്ന പാരമ്പര്യമാണ് നമ്മൾ ഉസ്താദ്മാരുടെ പാരമ്പര്യം. എൻ്റെ ഉസ്താദ് വാളക്കുളം ബീരാൻകുട്ടി ഉസ്താദ്, അവരുടെ ഉസ്താദ് പിന്നെ കൈപ്പറ്റ ബീരാൻകുട്ടി ഉസ്താദാണ്. കൈപ്പറ്റ ബീരാൻകുട്ടി ഉസ്താദൊക്കെ ആ രീതിയാണ് അവരുടെയൊക്കെ ശൈലി. മുതഅല്ലിമീങ്ങൾ എന്തെങ്കിലും മുതഅല്ലിമീങ്ങളോട് പറയും ഞാനിത് കാണുന്നില്ല, മുതഅല്ലിമീങ്ങൾ പറഞ്ഞു കൊടുത്താൽ പിന്നെ അത് തിരുത്തും. ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല, നമ്മളെ സമയം കുറേ വൈകിയത് കൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. നമ്മുടെ പാരമ്പര്യം, മശായിഖിൻ്റെ ഉസ്താദുമാരുടെ പാരമ്പര്യം, മുമ്പേ ഉള്ള നമുക്കുള്ള പൈതൃകം, അത് ഇങ്ങനെയുള്ള ഇൽമിയായ വിഷയങ്ങളിൽ പ്രബലമല്ലാത്തത് ഉസ്താദ് പറഞ്ഞാൽ ആ ഉസ്താദിനോട് ഉസ്താദ് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനെ ഗണ്ണിക്കാതിരിക്കുകയോ പ്രബലമായ അഭിപ്രായം വിശദീകരിക്കാതിരിക്കുകയോ ഉസ്താദ് പറഞ്ഞ തന്നെ ഏറ്റുപറയുകയോ ചെയ്യുന്ന രീതി നമ്മുടെ ഉസ്താദുമാർക്കില്ല. അതിന് ഉദാഹരണമാണ്
നമ്മുടെ ഉസ്താദുമാരുടെ ഉസ്താദാണല്ലോ. നമ്മളെ കേരളത്തിലെ എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദാണ് ഫതുഹുൽ മുഈൻ്റെ മുസന്നിഫ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. ഈ സൈനുദ്ദീൻ മഖ്ദൂം സഗീർ തങ്ങൾ അവരുടെ പ്രഗത്ഭനായ ഉസ്താദാണ് ഇബ്നു ഹജർ ഹൈത്തമി റഹിമഹുല്ല. ഇബ്നു ഹജർ ഹൈത്തമി റഹിമഹുല്ല പറഞ്ഞതിന് ഫതുഹുൽ മുഈനിൽ എത്ര സ്ഥലങ്ങളിലാണ് ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ പറഞ്ഞതിന് എതിരായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഖിലാഫ് അല്ലി ഷെയ്ഖിന ഫി ഷർഹിൽ മിന്നാജി. എന്താ അതിൻ്റെ അർത്ഥം? ഷെയ്ഖുന ഷർഹുൽ മിന്നാജ് പറഞ്ഞത് ഞാനീ പറഞ്ഞതിന് എതിരാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ ഫുഖഹായിനൊരു ഇസ്തിലാഹ് ഉണ്ട്. എപ്പോഴാണ് ഫുഖഹാ ഖിലാഫ് അല്ലി ഷെയ്ഖിന എന്ന് പറയാം, അല്ലെ ഖിലാഫ് അല്ലി ഫുലാനി എന്ന് പറയാം. ഞാൻ പറഞ്ഞത് ഷെയ്ഖുന പറഞ്ഞതിന് എതിരാന്ന് മാത്രമല്ല എൻ്റെ അർത്ഥം, ഷെയ്ഖുന പറഞ്ഞത് അല്ല ഇവിടെ പ്രബലം, ഞാനീ പറയുന്നതാണ് പ്രബലം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാ അവിടുത്തെ സാങ്കേതിക ഭാഷ. പിന്നെ എത്ര സ്ഥലത്താണ് ഫതുഹുൽ മുഈനിൽ ഷെയ്ഖുന പറഞ്ഞതിന് എതിരായിട്ട് ചിലയിടത്ത് വ്യക്തമായ ഗണനം തന്നെ ഉണ്ട്. ചില ഉസ്താദുമാർ അവിടെ ഫതുഹുൽ മുഈന് തുഹ്ഫയോട് എതിരാകൂല എന്ന് ധരിക്കുന്നവരുണ്ട്. കാരണം അവരുടെ നിലപാട് ഉസ്താദുമാർ പ്രബലമല്ലാത്തതും ബലഹീനമായതും എന്ത് ഉസ്താദുമാരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചാലും അത് അപ്പടി ന്യായീകരിക്കണം എന്നുള്ള നിലപാടുള്ള ഒറ്റപ്പെട്ട ഉസ്താദുമാരുണ്ട്. അവർ വലിയ ഗൗരവമായിട്ട് കാണും ഫതുഹുൽ മുഈൻ എങ്ങനെ ഉസ്താദിനെ എതിർക്കുക, ഉസ്താദ് പറഞ്ഞതിന് എതിര് പറയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ തുഹ്ഫ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളുടെ തുഹ്ഫയിൽ അവരുടെ പ്രധാനപ്പെട്ട ഉസ്താദും വലിയുമായ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി പറഞ്ഞ മസലനെ റദ്ദ് ചെയ്തില്ലെങ്ങനെ? സക്കരിയ അൻസാരി പറഞ്ഞതിന് ഇബ്നു ഹജർ ഹൈത്തമി റഹിമഹുല്ല എതിർത്തിട്ടുണ്ടല്ലോ. സക്കരിയ അൻസാരി പറഞ്ഞതിന് ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. അങ്ങനത്തെ മസല തുഹ്ഫയിലുണ്ടല്ലോ, എനിക്ക് ഓർമ്മന്നുണ്ട്, അത് പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല, സമയം നീട്ടുന്നില്ല. അപ്പോൾ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളെ രീതിയും അതല്ല. മാത്രമല്ല പിന്നെ അത് ഷാഫിഈയ്യത്തിൽ തുടക്കം മുതൽക്കേ പണ്ടേ തുടർന്ന് വരുന്ന രീതിയാണ്. ഉസ്താദായാലും ഉപ്പയായാലും ഗലത്ത് സംഭവിച്ചാൽ അത് എടുത്തു പറയുന്ന രീതിയാണ് നമുക്കുള്ളത്. ഇമാമുൽ ഹറമൈനിൻ്റെ ഉപ്പ ആരാ? ഇമാം ജുവൈനി. ഇമാം ജുവൈനിയെക്കുറിച്ച് പറഞ്ഞത് റസൂലുള്ളാഹിൻ്റെ ശേഷം ഒരു നബി വരികയാണെങ്കിൽ അത് ജുവൈനി ഇമാം ആവണം എന്നാണ് പറഞ്ഞത്. ആ ജുവൈനി ഇമാമിനെ കുറിച്ച് ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ തന്നെ ഈ വിഷയം പറയുന്നുണ്ട്. ആ ജുവൈനി റഹിമഹുല്ലക്ക് പല മസ്അലകളിലും അവർ പറഞ്ഞത് മുഅ്തമദിനെതിരായപ്പോൾ ഹാദാ സല്ലത്തും മിന ഷൈഖി എന്നാണ് പറഞ്ഞത്. ജുവൈനി ഉപ്പയുമാണ് ഉസ്താദുമാണ്. അതിനെക്കുറിച്ച് അത് പിഴവാന്ന് വ്യക്തമാക്കി പറഞ്ഞു, ഇത് സല്ലത്താന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതൊരു അദബുകേടായിട്ട് ഗണിക്കൂല. ഇൽമിയായ വിഷയങ്ങളിൽ ചീപ്പാക്കേണ്ട ആവശ്യമില്ല. ഉസ്താദ് ബാലിശമായ അഭിപ്രായം പറയുന്ന ആളാണെന്ന് പറയണ്ട. ഇവിടെ പ്രബലം ഇതാണ്, ഇവിടെ മുഅ്തമദ് ഇതാണ്, ഇത്ര പറഞ്ഞാൽ മതി. അതാണ് ഫതുഹുൽ മുഈനിൽ പറഞ്ഞതും അതാണ് തുഹ്ഫയിലും പറഞ്ഞത്. അത് ചീപ്പാക്കിയിട്ടൊന്നുമില്ല, ഉസ്താദുമാരെ മോശമായ പ്രയോഗം നടത്തിയിട്ടില്ല. പക്ഷേ മസ്അല പറയുന്നിടത്ത് അല്ലെങ്കിൽ മസ്അല അത് ഫിഖ്ഹിൻ്റെ മസ്അലകളായാൽ മാത്രമല്ല, ഏത് മസ്അലയാണെങ്കിലും അങ്ങനെ തന്നെ. അങ്ങനെയാണ് നമ്മുടെ പൂർവികരായ നമ്മളെ ഉസ്താദുമാരുടെ രീതി. അത് അദബുകേടാണെന്ന് മനസ്സിലാക്കുന്നത് അദബുകേടാണ്. ചുരുക്കത്തിൽ ഫതുഹുൽ മുഈനിലും തുഹ്ഫയിലും അങ്ങനെ ഒരു മസ്അലയിലും എതിരില്ല. ഒരിക്കലും ഫതുഹുൽ മുഈന് തൻ്റെ ഉസ്താദായ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളുടെ തുഹ്ഫയോടോ മറ്റു ഗ്രന്ഥങ്ങളോടോ എതിരാവുകയില്ല എന്ന് വേണ്ടാത്ത ഒരു വാദം വാദിക്കുന്ന ചിലരുണ്ട്. പക്ഷേ യഥാർത്ഥ വസ്തുതകളെ തമസ്കരിച്ചു കൊണ്ടുള്ള അനൗചിത്യപൂർണമായ എന്തൊക്കെയോ വ്യാഖ്യാനങ്ങളാണ് അവർ ആ മസ്അലകൾക്കൊക്കെ നൽകുന്നത്. അവ കേട്ടിട്ടും ഉൾക്കൊണ്ടിട്ടും തന്നെയാണ് ഇത് ഞാൻ പറയുന്നതും. പക്ഷേ അവയെല്ലാം വിജ്ഞാന ലോകത്തിന് നിരാകരിക്കാത്ത തഅ്വീലുകളാണ്, വ്യാഖ്യാനങ്ങളാണ് എന്ന് മാത്രം നാം ഇപ്പോൾ പറയുന്നു. വളരെ ഖേദകരമാണ് ഇന്നത്തെ കാലത്ത് ചില കിബാറുൽ മുദർരിസീൻ, വലിയ മുദർരിസ്മാർ തന്നെ ഇങ്ങനെ ഉസ്താദുമാർക്ക് വേണ്ടി ബാത്തിലായി തഅസ്സുബ് ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്ന ഒരു രീതി ഇന്ന് കണ്ടുവരുന്നുണ്ട്. തഅസ്സുബും ബാത്തിൽ. തഅസ്സുബ് വാസ്തവത്തിൽ അള്ളാഹുവിനും റസൂലിനും മാത്രമേ ഇവിടെ തഅസ്സുബുള്ളൂ. കാരണം എന്തുകൊണ്ട്? അള്ളാഹു റസൂലും മഅസൂമാ. അള്ളാഹുനും റസൂലിനും ഇവിടെ ഗലത്ത് സംഭവിക്കൂല. അള്ളാഹു റസൂലും അല്ലാതെ ആർക്കും നമ്മൾ തഅസ്സുബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇമാം ഷാഫിഈ ആരാ? അയിമ്മ അർബഈൽ പെട്ട പ്രഗത്ഭനായ ആളല്ലേ ഇമാം ഷാഫിഈ. ഇമാം ഷാഫിഈ പറഞ്ഞത് എൻ്റെ കലാമിൽ എത്രയോ ഗലത്തുണ്ടാവും, പക്ഷേ
ഞാൻ അലം ആലു ജുഹുദൻ, ഞാൻ നിർവഹിക്കേണ്ട എൻ്റെ കടമ ഞാൻ ഒരിക്കലും അതിൽ വീഴ്ച വരുത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞതിൽ പിഴവുണ്ടായിരിക്കാം എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു റസൂൽ മാത്രമേ മഅസൂമുള്ളൂ. മഅസൂമിന് മാത്രമേ നമ്മൾ തഅസ്സുബാക്കേണ്ടതുള്ളൂ. മറ്റേത് നമ്മൾ തഅസ്സുബ് ശരിയായ തഅസ്സുബ് അല്ല. അപ്പോൾ നിരുപാധികം ഉസ്താദുമാരുടെ പ്രയോഗത്തിലോ അല്ലെങ്കിൽ അവരുടെ തഹ്ഖീഖിലോ വിശദീകരണത്തിലോ എന്തെങ്കിലും പഴവോ അല്ലെങ്കിൽ പ്രബലമല്ലാത്തതോ സംഭവിച്ചാൽ ആ പഴവ് കണ്ണും ചിമ്മി അതിനെ തന്നെ ന്യായീകരിക്കണം, അതിനു വേണ്ടി പക്ഷപാതം സ്വീകരിക്കണം എന്ന് പ്രേരിപ്പിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ന് കണ്ടുവരുന്നത് അപലപനീയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉദാഹരണമായിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ വലിയൊരു ഉസ്താദിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ അവാമിൽ പറയുമല്ലോ മുഖാറബാൻ്റെ ഫീലുകൾ, കാദ, കറബ, അസ, ഔഷക. അവിടെ സാധാരണ ഉസ്താദുമാർ ഞാനൊക്കെ പഠിച്ചത് തന്നെ കാദ കറുബ എന്നാണ്. വാസ്തവത്തിൽ അറബി ഭാഷയിൽ അങ്ങനെ സാധനമല്ല കറുബ എന്ന് പറഞ്ഞിട്ട്. കരിബയുമുണ്ട് കറബയുമുണ്ട്. കറുബ എന്ന് ഒരാളെ കൊണ്ട് സ്ഥാപിക്കാൻ കഴിയൂല. ആ പച്ചയായ സത്യം ഞാൻ നോക്കേണ്ട എല്ലാ നെഹവിൻ്റെ കിതാബിലും ലുഗത്തിൻ്റെ കിതാബിലും ഒക്കെ പരതി. ലുഗത്തിൻ്റെ കിതാബ് ഞാൻ നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും അതുപോലെ ഒരു 3 കിതാബിൽ നോക്കിയിട്ടുണ്ടാവും. 3 കിതാബ് നല്ല കിട്ടാവുന്ന ലുഗത്തിൻ്റെ കിതാബിലൊക്കെ നോക്കിയിട്ടുണ്ട്. അത് 100 എന്ന് പറഞ്ഞാലും ഒരു തെറ്റുമില്ല. ഞാൻ കാണിച്ചു തരാം 100 കിതാബ്. അപ്പോൾ അതിലൊക്കെ പറഞ്ഞ് അത് കണ്ടിട്ട് ഞാൻ ആ വലിയ ഉസ്താദിനോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എന്തായാലും കിട്ടുമെന്നുള്ള. അദ്ദേഹം ലോകത്തൊക്കെ അറിയുന്ന ആളാണ്, തഹഖീഖുള്ള ആളാണ്, ഫന്നിലൊക്കെ നല്ല കഴിവുള്ള ആളാണ്. അപ്പോൾ ആ ഉസ്താദിനോട് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ട് കിട്ടും എന്നുള്ള ധാരണയിൽ ഞാൻ അദ്ദേഹത്തിനോട് സിമ്പിളായിട്ട് അവതരിപ്പിച്ചതാണ്. അപ്പോൾ അദ്ദേഹവും പഠിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ഉസ്താദ് വലിയൊരു ഉസ്താദാണ്, പഠിച്ചിട്ടുള്ളത് കറുബ എന്നാണ്. അപ്പോൾ അദ്ദേഹം അതിനെ കുറേ വക്രീകരിച്ച വ്യാഖ്യാനങ്ങളുമായാണ് എന്നോട് അഭിമുഖീകരിച്ചത്. എനിക്കത് വലിയ വിഷമമായി. കാരണം ഭാഷ എന്ന് പറയുന്നത് നമുക്ക് കളിക്കാൻ പറ്റിയതല്ല. അതങ്ങനെ പഠിച്ചു വെച്ചാൽ ഈ കറബ ഹദീസിൽ വരൂലേ. കറുബ ഹദീസിൽ വരുമ്പോൾ ഹദീസിൽ വന്നതിനെ മുത്തഅല്ലിമീങ്ങൾ കറുബ എന്ന് വായിക്കൂല. അതിന് ഉത്തരവാദി ഉസ്താദല്ലേ. ഇമാം അസ്മഈ അവർ പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ എന്ന് പറഞ്ഞ ഹദീസിൻ്റെ പരിധിയിൽ നഹവും സർഫും ലുഗത്തൊന്നും പഠിക്കാതെ മുത്തനബി പറഞ്ഞ ഹദീസിനെ വായിക്കുന്നവർ, തെറ്റി വായിക്കുന്നവരും അതിൻ്റെ പരിധിയിൽ പെടുമെന്ന് ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും മുത്തനബിയോട് കാണിക്കുന്ന അദബല്ലേ, മുത്തനബി എങ്ങനെ വായിച്ചു, അങ്ങനെ തെറ്റാതെ വായിക്കൽ, അത് കറുബാന്ന് വായിക്കൽ എങ്ങനെയാണ്? മുത്തനബി പറഞ്ഞു എന്നാണ് പിന്നീട് പറയുന്നത്. കറുബാന്ന് മുത്തനബി പറഞ്ഞു എന്ന്. കറുബാന്ന് മുത്തനബി പറയൂലല്ലോ. തിങ്കളാഴ്ച ദർസ് തുടങ്ങുക, അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു രീതിയാണ്. എൻ്റെ ഉസ്താദും ഞാൻ 2-3 ഉസ്താദന്മാരുടെ അടുത്ത് പഠിച്ച അവരൊക്കെ ബുധനാഴ്ച ദർസ് തുടങ്ങുന്ന പോലെയാണ്. ദർസ് ആദ്യം തുടങ്ങുന്നതും ബുധനാഴ്ച ആയിരിക്കും, പുതിയൊരു കിതാബ് തുടങ്ങുന്നതും ബുധനാഴ്ച ആയിരിക്കും. പക്ഷെ ഞാൻ ആ വിഷയത്തിനെ പറ്റി ആലോചിക്കും, അത് എങ്ങനെ ബുധനാഴ്ച ദർസ് തുടങ്ങിയാൽ? തിങ്കളാഴ്ച അല്ലേ വിശുദ്ധ ഖുർആന് മുത്തനബിക്ക് തുടങ്ങിയിട്ടുള്ളത്, അള്ളാഹു തുടങ്ങിക്കൊടുത്തത്. തിങ്കളാഴ്ച അല്ലേ ഏറ്റവും നല്ല ദിവസം. അങ്ങനെ ഞാൻ ദർസ് മുദരിസായ ശേഷം പിന്നെ ഞാൻ ദർസ് തുടങ്ങിയത്, കുട്ടികൾക്ക് എപ്പോഴും തുടങ്ങി കൊടുക്കാറുള്ളതും ഏത് കിതാബും തുടങ്ങാറുള്ളത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഞാൻ പിന്നീട് അന്വേഷിക്കാൻ തുടങ്ങി, ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമാണോ, എൻ്റെ ഒപ്പം ആരും ഇല്ലേ? അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് നമ്മളെ കേരളത്തിലുള്ള ഏറ്റവും വലിയ ആലിമീങ്ങൾ, പ്രഗത്ഭരായ ആലിമീങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്ത എനിക്ക് കിട്ടിയത്. നമ്മളെ ഷെയ്ഖുൽ മഷായിഖ് ഓക്കെ ഉസ്താദ്, ഉസ്താദുൽ അസാദീദ് ഓക്കെ ഉസ്താദ്, ഷെയ്ഖുന ഷംസുൽ ഉലമ, അതുപോലെ ഷെയ്ഖിന കൈപ്പറ്റ ഉസ്താദ്, ഇവർ കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരാണ്. ഇവർ 3 പേരും തിങ്കളാഴ്ചയാണ് കിതാബ് തുടങ്ങാറുള്ളത്, ദർസ് തുടങ്ങാറുള്ളത് എന്ന് എൻ്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അവിടെ ഇങ്ങനെ ഈ ഇത് നോക്കിയിട്ട് നമ്മൾ പല കാര്യങ്ങളും സത്യങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും മനസ്സിലാക്കാതെ ഈ പിന്നെ എൻ്റെ നേരെ ഉസ്താദ് എന്ത് പറഞ്ഞോ അത് തന്നെ ഞാൻ പറയൂ എന്നുള്ള രീതി സ്വീകരിച്ചാൽ പിന്നെ ഇൽമിനോട് കാണിക്കേണ്ട ഒരു അമാനത്ത്, ആ അമാനത്ത് നാം അവഗണിക്കലായി പോകൂലേ.
പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് ഉസ്താദുമാരേക്ക് നമ്മൾ പഠിക്കുന്നതും കേൾക്കുന്നതുമായ എന്തിലും നാം അത് മാറ്റം വരുത്തണം എന്നല്ലേ ഈ പറഞ്ഞത്. അങ്ങനെ ആരും ചിന്തിച്ച് മുതഅല്ലിമീങ്ങൾ അങ്ങനെ ചിന്തിച്ചു പോകരുത്. പക്ഷേ ചില മസ്അലകളിലൊക്കെ ചില വിഷയങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമായി അത് ബോധ്യപ്പെടുമ്പോൾ നാം കിതാബുൽ കണ്ടതും പൂർവികരായ ആലിമീങ്ങൾ കണ്ടതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ഒരു രീതി സ്വീകരിക്കേണ്ടി വരും എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. വാസ്തവത്തിൽ ഈ ബുധനാഴ്ച ദർസ് തുടങ്ങാനും കിതാബ് തുടങ്ങാനൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിൽ വരാൻ കാരണം, നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ, ഇപ്പോൾ അത് എടുത്തുപോയി എന്ന് തോന്നുന്നു, അധിക ദർസുകളിലും താലീമുൽ മുതഅല്ലിം എന്ന് പറഞ്ഞ ഗ്രന്ഥം, ആ ചെറിയ കൃതി, അത് മുതഅല്ലിമീങ്ങൾ ചെറിയ മക്കൾ അത് ഓതാറുണ്ട്. ഞാനൊക്കെ അത് ഓതിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് ഫസ്ലുൻ ഫി ബിദായത്തി സബ്ഖി എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെ ഉണ്ട്. അതിൽ പറയുന്നുണ്ട് ക്ലാസ് തുടങ്ങേണ്ടത് അത് ബുധനാഴ്ചയാണ്. അതിലൊരു ഹദീസും ഉണ്ട്, ലി ഖബരി മാമിൻ അംറിൻ ബുദിയ ഫി യൗമിൽ അർബിയായി ഇല്ലാ വഖത്തമ്മ. ബുധനാഴ്ച ദിവസം ഏതൊരു കാര്യം തുടങ്ങിയോ അത് പൂർത്തിയായിട്ടേ ഉള്ളൂ എന്ന് ഒരു ഹദീസ് ഉണ്ട് എന്ന് താലീമുൽ മുതഅല്ലിമിൽ പറയുന്നുണ്ട്. അവിടുന്നാണ് ഈ ബുധനാഴ്ച ദർസ് തുടങ്ങാൻ അതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു രീതി, ഒരു പതിവ് വരുന്നത്. വാസ്തവത്തിൽ ആ ഹദീസിനെ കുറിച്ച് നാം പഠിച്ചു നോക്കുമ്പോൾ, ഇസർനൂജി ആണല്ലോ താലീമുൽ മുതഅല്ലിമിൻ്റെ മുസന്നിഫ്, ബുർഹാനുദ്ദീൻ ഇസർനൂജി. അദ്ദേഹം ബുർഹാനുദ്ദീൻ അബൂബക്കറിനിൽ മർഗീനാനിയുടെ ശിഷ്യനാണ്. അതായത് നമ്മുടെ ഹനഫി ഫിഖ്ഹിൽ ഹിദായയുടെ എന്ന് പറഞ്ഞ കിതാബിൻ്റെ രചയിതാവായ മർഗീനാനി, ആ ബുർഹാനുദ്ദീൻ മർഗീനാനിയുടെ ശിഷ്യനാണ് ബുർഹാനുദ്ദീൻ സർനൂജി. ഈ ബുർഹാനുദ്ദീൻ മർഗീനാനിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കാറുള്ളത്. അദ്ദേഹം ക്ലാസ് തുടങ്ങുമ്പോൾ ബുധനാഴ്ചയാണ് ക്ലാസ് തുടങ്ങാറുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ മാമിൻ അംറിൻ ബുദിയ ഫി യൗമിൽ അർബിയായി ഇല്ലാ വഖത്തമ്മ എന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. വാസ്തവത്തിൽ ആ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അത് മൗലൂ ആണെന്ന്. എത്രത്തോളം മൗലൂ? ഇമാം മുല്ല അലീനുൽ ഖാരി അവർ മൗലൂ ആയ ഹദീസിനെ കുറിച്ചൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് അൽ മസ്നൂ ഫിൽ ഹദീസുൽ മൗലൂ എന്നതിൻ്റെ പേര്. മസ്നൂ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ മുല്ല അലീൽ ഖാരി പറഞ്ഞു, മൗലൂവിനെ കുറിച്ച് ധാരാളം കിതാബുകൾ എഴുതിയിട്ടുണ്ട്, വ്യാജ ഹദീസുകളെ കുറിച്ച്. ആ കിതാബുകളിലൊക്കെ പറഞ്ഞ ഹദീസുകളിൽ പലതിനെക്കുറിച്ചും പണ്ഡിതന്മാർ മൗലൂ അല്ല എന്നുള്ള ചർച്ചയൊക്കെ വന്നിട്ടുമുണ്ട്. പക്ഷേ ഞാൻ ഈ കിതാബിൽ പറയുന്നത് എല്ലാവരുടെ അടുത്തും മൗലൂ ആണ്, വ്യാജമാണ് എന്ന് തീരുമാനമായ ഹദീസ് മാത്രമേ പറയൂ എന്ന് പറഞ്ഞിട്ടാണ് മുല്ലാലിൽ ഖാരി മാമിൻ അംറിൻ എന്ന് പറഞ്ഞ ബുധനാഴ്ചയുടെ ഹദീസ് പറയുന്നത്. അതിൽ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. സാധാരണഗതിയിൽ മുല്ലാലിനുൽ ഖാരി ഹനഫിയത്തിൽപ്പെട്ട ഇമാമിയങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരു തഅസ്സുബ് പോലെ അതിനെ ന്യായീകരിക്കുന്ന സ്വഭാവമാണ് മുല്ലാലിനുൽ ഖാരിക്കുള്ളത്. ഹനഫിയത്തിൻ്റെ കിതാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബുകളെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഹിദായ എന്ന കിതാബ്. അപ്പോൾ അതിൻ്റെ മുസന്നിഫിന് പറ്റിയ അബദ്ധമായിട്ട് പോലും മുല്ലാലിനുൽ ഖാരി അതിനെ ഗണ്ണിച്ചില്ല, അതിനെ ന്യായീകരിച്ചില്ല. മാത്രമല്ല ഒരിക്കലും ആരും അംഗീകരിക്കാത്ത മൗലൂഇ എന്ന് പറഞ്ഞ ഗണത്തിൽപ്പെട്ടതാണ് ഈ ഹദീസ് എന്ന് മുല്ലാലിനുൽ ഖാരി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്നും മാറുന്നത്. മാത്രമല്ല തിങ്കളാഴ്ച തന്നെ ഇൽമു തുടങ്ങണം. ഒരു തസ്നീഫ് തുടങ്ങുകയാണെങ്കിൽ, ഒരു കിതാബ് രചന തുടങ്ങുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ലത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച എപ്പോഴാണ് നല്ലത്? തിങ്കളാഴ്ച രാവിലെ നല്ലത്. തസ്നീഫിനൊക്കെ നല്ലത് തിങ്കളാഴ്ച സുബഹയുടെ അല്പം മുമ്പുള്ള ടൈമാണ് നല്ലത്. അതിന് കാരണം അങ്ങനെ ഒരു ഹദീസുണ്ട്, ഉതുലുബുൽ ഇൽമ യൗമൽ ഇസ്നൈനി ഫഇന്നഹു മുയസ്സറുൽ ലി ത്വാലിബിഹി എന്ന ഹദീസ് കാണാം. ഇൽമിനെ നിങ്ങൾ തിങ്കളാഴ്ച ഇൽമു ത്വലബ് ചെയ്യുക, പഠിക്കുക, തുടങ്ങുക. അത് ഫഇന്നഹു മുയസ്സറുൽ ലി ത്വാലിബിഹി, ആ തിങ്കളാഴ്ച ഇൽമു തുടങ്ങി തേടിയാൽ അത് ഇൽമു പഠിക്കുന്നവർക്ക് അത് എളുപ്പമായി കിട്ടും എന്ന് മുത്തനബി പറഞ്ഞതായിട്ട് തന്നെ മർഫു ആയ ഹദീസുണ്ട്. ആ ഹദീസിനെ കുറിച്ച് ഇമാം മുനാവി ജാമിഉ സ്വഗീറിൽ ഇമാം സുയൂത്തി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുനാവി തൈസീർ എന്ന് പറഞ്ഞ ജാമിഉ സ്വഗീറിൻ്റെ ഷർഹിൽ പറഞ്ഞു, ഹദീസ് ലഈഫാണ്, ലാകിന്നഹു മുതമാസിക്കുൻ. ഈ ഹദീസ് പിടിച്ചു നിൽക്കാൻ ബലമുള്ള ഹദീസാണ്, ലഈഫാണെങ്കിൽ അമൽ ചെയ്യാൻ പറ്റുമെന്ന്, മുതമാസിക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മുനാവി തന്നെ ഈ ഹദീസിനെ വിശദീകരിച്ച് പറഞ്ഞു, ഈ ഹദീസ് ഉണ്ടായതുകൊണ്ട് എത്രയോ ഔലിയാക്കൾ ദർസ് ഇൽമു തുടങ്ങുന്നതും
തസ്നീഫ് ചെയ്യുന്നതും തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെക്കാറുണ്ട്. അത് രാവിലെ ഏറ്റവും നല്ലത് അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുക്കൂരിഹ, എൻ്റെ ഉമ്മത്തിന് നീ രാവിലെ സമയത്ത് ബർക്കത്ത് ചെയ്യണമെന്ന് ഹദീസ് ഉണ്ടായതുകൊണ്ട് രാവിലെയാണ് നല്ലത് എന്നൊക്കെ ഇമാം മുനാബി വിശദീകരിച്ചതായി കാണാം. അതുകൊണ്ടാണ് നാം തിങ്കളാഴ്ച ഇൽമ് തുടങ്ങണമെന്ന് പറയുന്നത്. അതാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു. ബുധനാഴ്ചയേക്കാൾ നല്ലത് തിങ്കളാഴ്ചയാണെന്ന് മനസ്സിലാകുന്നു. തിങ്കളാഴ്ച അല്ലെങ്കിൽ പിന്നെ നല്ലത് വ്യാഴാഴ്ചയാണ്. ബുധനാഴ്ച ദിവസങ്ങളെ കുറ്റി പഠനം നടത്തിയാൽ ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബേക്കിലാണ് ബുധനാഴ്ചയെ കാണുന്നത്. മറ്റുള്ള ദിവസങ്ങൾക്കൊക്കെ ഓരോ റുജുഹാനിയത്തുണ്ട്. ചൊവ്വാഴ്ച വരെ മഹത്വമുള്ള ദിവസമാണ്. ഏറ്റവും ബേക്കിൽ നിൽക്കുന്ന ദിവസമാണ് ബുധനാഴ്ച എന്ന് പറയുന്നത്. ചൊവ്വാഴ്ച ചൊവ്വില്ലാത്ത ദിവസം എന്ന് പറയുന്നത് അത് ചൊവ്വുള്ള വാക്കല്ല. കാരണം ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ചൊവ്വ പ്ലസ് ആഴ്ച എന്നാണ്. അപ്പോൾ ചൊവ്വുള്ള ആഴ്ച എന്നാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ചൊവ്വ് ഇല്ലാത്ത ആഴ്ച എന്നല്ല അർത്ഥം വെക്കേണ്ടത് എന്ന് മടവൂർ തങ്ങൾ പറഞ്ഞതായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. മടവൂർ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് മടവൂർ തങ്ങളെ കേട്ട ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ ഖുദരി വലിയ മുഹഖിഖാണെന്ന്. ഈ റജബിലും സഫറിലും മുൻസരിഫായും ഗൈറു മുൻസരിഫായും സമാഉണ്ടെന്ന് ഹാഷിയത്തുൽ ഖുദരിയിൽ നിന്ന് മനസ്സിലാക്കാം. അതിന് കാരണം പ്രത്യേകമായ മാസത്തെ ഉദ്ദേശിക്കുന്നതും ഉദ്ദേശിക്കാതിരിക്കുന്നതുമാണോ?